എന്താ മോളെ? നിറച്ച് കഴിച്ചിട്ട് എഴുന്നേറ്റാ മതി. എനിക്ക് നിറഞ്ഞു ചേച്ചി, ഒരുപാട് നിറഞ്ഞു. എന്തിനാ മോളെ കരയുന്നത്? ഒന്നുമില്ല, നമ്മുടെ കുട്ടിക്കാലവും ചെറിയച്ഛനെയൊക്കെ ഓർത്തുപോയി. എന്ത് സന്തോഷമായിരുന്നു അന്നൊക്കെ. ഞാൻ ഇറങ്ങട്ടെ? കുറച്ചുകൂടി കഴിയട്ടെടി. എന്താ ധൃതി? കുറച്ചു നേരത്തേക്ക് നമ്മൾ പഴയ കുട്ടികളായപ്പോൾ ചേച്ചി ഇവിടുത്തെ അവസ്ഥയൊക്കെ മറന്നു. ഇവിടേക്ക് വരാൻ തീരെ മനസ്സിലായിരുന്നു. അമ്മ എന്നെ ആവുന്നതും വിലക്കാൻ നോക്കി. പെട്ടെന്ന് തോന്നിയ ധൈര്യത്തിന് രണ്ടും കൽപ്പിച്ച് പോന്നതാ. ഇപ്പൊ ശരിക്കും സന്തോഷമായി ചേച്ചി. കുറച്ചു നേരം കൂടി ഇവിടെ നിൽക്കണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. വേണ്ട, ചിലപ്പോൾ സങ്കടപ്പെട്ട് പിരിയേണ്ടി വരും. വീട്ടില് വേറെ വിശേഷമൊന്നുമില്ലല്ലോ? ഇല്ല, ഒരുവിധം കഴിഞ്ഞുകൂടുന്നുണ്ട്. ദാ ഇത് കയ്യിൽ വെച്ചോ. കഴിഞ്ഞ തവണ തികച്ചു തരാൻ പറ്റിയില്ലല്ലോ. വേണ്ട ചേച്ചി. ചേച്ചിയുടെ എന്റെ കാര്യം ഓർത്തിട്ടാണോ? അത്യാവശ്യത്തിനുള്ള കാശൊക്കെ ഞാൻ കരുതിയിട്ടുണ്ട്. നീ ഇത് വാങ്ങ്. ചേച്ചി പ്ലീസ്. എത്ര നിർബന്ധിച്ചാലും ഞാനിത് വാങ്ങില്ല. അമ്മ പ്രത്യേകം പറഞ്ഞിരുന്നു, അതുകൊണ്ടാ. ചേച്ചിക്ക് വീട്ടിലേക്കൊന്ന് വന്നാലെന്താ? ഒരുപാട് നാളായില്ലേ. ഇവിടുത്തെ കാര്യം ഓർത്ത് സങ്കടപ്പെടാത്ത ഒരു ദിവസം പോലും ഇല്ല അമ്മയ്ക്ക്. പുറമേ ഒന്നും പറഞ്ഞില്ലെങ്കിലും അച്ഛനും വിഷമമുണ്ട്. ഉമ്മറത്തുള്ള ഇരിപ്പ് ഈയിടെയായി കുറഞ്ഞിരിക്കുക. ഏതു നേരവും മുറി ചടഞ്ഞുകൂടിയുള്ള ഇരിപ്പാ. ഞങ്ങളോടും അധികം മിണ്ടാട്ടമില്ല. ചേച്ചിക്ക് സങ്കടാവുമല്ലോ എന്ന് കരുതി ഞാനിതൊന്നും പറയാതിരുന്നതാ. ഒന്ന് വന്ന് കണ്ടൂടെ അവരെ? എത്ര നാളായി ചേച്ചി അങ്ങോട്ട് വന്നിട്ട്? വരാം, അടുത്ത് തന്നെ വരാം മോളെ. ഇവിടെ ഉള്ളവരറിഞ്ഞ കുഴപ്പമാവുമെന്നറിയാം. എന്നാലും ഒരുപാട് നാളത്തേക്ക് ചേച്ചിയെ കാണാതിരുന്നപ്പോ എത്ര സങ്കടമായിന്നറിയോ? ഞാൻ വരാടി, ഉറപ്പായിട്ടും വരാം. നീ വാ. ഞാൻ വന്നതിനെ ചൊല്ലി അവരിനിയും വഴക്കിന് വരുമോ ചേച്ചി? ഏയ്, അതൊന്നും സാരമില്ല. നീ സമാധാനായിട്ട് പോ. ഒരുപാട് സഹിച്ചും ക്ഷമിച്ചുവാ ചേച്ചി ഇവിടെ കഴിഞ്ഞുകൂടുന്നെന്നറിയാം. അതിന്റെ കൂടെ ഇന്നത്തേക്ക് ഇതുകൂടിയായല്ലേ. സഹിച്ചും ക്ഷമിച്ചും തീരാനുള്ളതാ പെണ്ണിന്റെ ജീവിതമെന്ന് പണ്ട് മുതലേ പറഞ്ഞു വെച്ചിട്ടുള്ളതല്ലേ. അതിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് മാത്രം കഴിയൂ. മറ്റുള്ളവരുടെ കണ്ണിൽ ചേച്ചിക്ക് എന്താ ഒരു കുറവ്? ആഗ്രഹിച്ചതെല്ലാം ദൈവം സാധിച്ചു തന്നില്ലേ? ഉദ്യോഗം, സ്നേഹിച്ച പുരുഷനെ തന്നെ ഭർത്താവായി കിട്ടുക, അയാൾ ഒത്ത് കൊട്ടാരം പോലൊരു വീട്ടിൽ സുഖിച്ച് കഴിയുക, ഓമനിച്ച് വളർത്താൻ ഒരു കുഞ്ഞ്. ഒരു കുറവുമില്ലാത്ത ഭാഗ്യവതിയല്ല ഞാൻ. ആർക്കും അസൂയെ തോന്നിപ്പോകും വിധം ഭാഗ്യവതി. പക്ഷെ ഭാഗ്യം എന്നത് ചേച്ചിക്ക് വിധിച്ചിട്ടുണ്ടോ? സാരമില്ല, ചേച്ചിയുടെ ജീവിതം കണ്ടുവേണം നീ പഠിക്കാൻ. ചെന്ന് കയറുന്നതാ പെൺകുട്ടികളുടെ വീടെന്ന് കുട്ടിക്കാലം മുതലേ കേട്ട് വളർന്നതല്ലേ നമ്മള്. വന്നു കയറിയതൊരു വീടല്ലായിരുന്നു എന്ന് വളരെ വൈകിയാ ചേച്ചി മനസ്സിലാക്കിയത്. ഒന്നും അതിരുവിട്ട് മോഹിക്കാനും സ്വപ്നം കാണാനും പാടില്ല. ചേച്ചിയുടെ അനുഭവം അതാ. എതിർത്താൽ ചീത്തയാണെന്നൊരു മേൽവിലാസം വാങ്ങി പടിയിറങ്ങേണ്ടി വരും. പക്ഷേ ഇന്ന് ശ്യാമയ്ക്ക് അങ്ങനെ തോറ്റുകൊടുക്കാൻ കഴിയില്ല മോളെ. ഞാൻ തോറ്റുപോയാൽ തകരുന്നത് മറ്റു കുറെ പേരുടെ ജീവിതം കൂടിയാവും. അത് പാടില്ല.
കരുത്ത് നേടാൻ ശ്രമിക്കുക ഞാൻ. അതുകൊണ്ട് എന്റെ കാര്യോർത്ത് നീ സങ്കടപ്പെടണ്ട, വയ്ക്കോ. ചെറിയച്ഛനെ കാണാൻ പോവില്ലേ? അത് ശരി. ഇന്നിപ്പോ മോളുടെ മുന്നില് വെളുത്ത മേഘങ്ങളില്ല, ഒക്കെ കറുത്ത മേഘങ്ങൾ. അപ്പോ പ്രകാശം വളരെ കുറവായിരിക്കും നിന്റെ ജീവിതത്തില്. കൊച്ചച്ഛൻ അതൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഇന്നല്ലേ ജീവിതത്തിന് കളർ വന്നത്. അന്നെൻ്റെ ജീവിതം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു. കുറച്ചൊക്കെ നിനക്കും അറിയാമല്ലോ. അതുപോട്ടെ, പഴഞ്ചൻ കഥകളും കവിതകളും ഒന്നും അല്ലല്ലോ ഇപ്പൊ രംഗത്തുള്ളത്. ആട്ടെ, ഈ ഗായത്രി ദേവിയുടെയും നിന്റെ ഭർത്താവ് ശശികുമാറിന്റെ ഉദ്ദേശം എന്താ? അവർക്ക് ആ ആൺകുട്ടിയെ വേണം. ഒരാൾക്ക് നശിപ്പിക്കാൻ, മറ്റൊരാൾക്ക് നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ മുന്നിൽ എത്തിച്ചു കൊടുക്കാൻ. എനിക്ക് ഈ രണ്ടുപേരെയും വിശ്വാസമില്ല ചെറിയച്ച. ഏതോ ഒരു ജോത്സ്യന്റെ വാക്ക് കേട്ട് എന്റെ മോനെ കടല് കടത്താൻ അവരുടെ ശ്രമം. എന്നിട്ട് ഇവരെയൊക്കെ തടയാൻ നീ എന്ത് സ്റ്റെപ്പ് എടുത്തു? ശക്തി പോരാ. എനിക്കുണ്ടായിരുന്നതും ചെറിയച്ചൻ ഞങ്ങൾക്ക് തന്നതും ഒക്കെ പോയി. ചെറിയച്ചന്റെ ഭാഷയിൽ പറഞ്ഞാൽ കറുത്ത മേഘങ്ങൾ മാത്രം മുന്നിൽ. ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നു ചെറിയച്ചൻ. എല്ലാം അനുസരിക്കാൻ പറ്റിയില്ലെങ്കിലും കുറച്ചൊക്കെ ഞാനും ശോഭയും ആ വഴിയിൽ പോയി. ഗുണമുണ്ട് ഞങ്ങൾക്ക്. അതുകൊണ്ടല്ലേ കൊലയാളികളുടെ ബുദ്ധിയുള്ളവരുടെ ഇടയിലും ഞാനും എന്റെ കുട്ടികളും ഇപ്പോഴും ജീവിക്കുന്നത്. മനസ്സിലാകുന്നില്ല മോളെ നിന്റെ അവസ്ഥ. തലയ്ക്ക് മുകളിൽ ഗായത്രിയുടെ മൂർച്ചയുള്ളൊരു വാള് തൂങ്ങിക്കിടക്കുന്നു, ഏതു നേരവും വീഴുന്ന നിലയിൽ. നിന്റെ കെട്ടിയോൻ കുറച്ചു മുള്ളാണികൾ നിന്റെ മുന്നിൽ നീ പോകേണ്ട വഴിയിൽ നിരത്തി വച്ചിരിക്കുന്നു. പിന്നെ ബന്ധുക്കളെല്ലാം കൂടി കത്തിച്ചു വിട്ട തീയെ ചുറ്റിലും എന്തു ചെയ്യും? അകപ്പെട്ടു പോയല്ലോ മോളെ, നീ അവന്റെയൊക്കെ മുന്നിൽ അകപ്പെട്ടു പോയല്ലോ. മോളെ, ഈ അവസ്ഥയിൽ ഒരു ബക്കറ്റ് വെള്ളം കിട്ടിയാൽ നിന്റെ മുന്നിലുള്ള തീക്ക് നേരെ നീ അത് ഒഴിക്കുക. നിമിഷ നേരത്തേക്ക് വെള്ളം വീണ ഭാഗത്ത് തീ അണയും. അവിടെ ഒരു വഴിയുണ്ടാവും. നിനക്ക് കഴിയുമെങ്കിൽ, ധൈര്യമുണ്ടെങ്കിൽ ആ വഴിയെ രക്ഷപ്പെടാം. ആ ഒരു ബക്കറ്റ് വെള്ളം കിട്ടാൻ നീ ചിലപ്പോ ഒരുപാട് നാൾ കാത്തിരിക്കേണ്ടി വരും. കാത്തിരിക്കുക. പക്ഷേ കൊച്ചച്ഛന് വിശ്വാസമുണ്ട്, എൻ്റെ കുട്ടിക്കത് കിട്ടുമെന്ന്. കിട്ടണം, കിട്ടട്ടെ. അനുഗ്രഹവും ഉപദേശവും എന്നും ഒരുപാട് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇന്നിപ്പോ എനിക്ക് ആവശ്യം ചെറിയച്ഛന്റെ പ്രസൻസ് ആണ്. എന്റെ കൂടെ ഉണ്ടാവണം ഈ അവസ്ഥയിൽ. അതിന് ഞാൻ എന്ത് ചെയ്യണം? അതിനായി നീ പ്രാർത്ഥിക്കണ്ട, ആശിക്കുക. പ്രാർത്ഥന എന്നെ എന്നും കൈവിട്ടിട്ടേ ഉള്ളൂ. പക്ഷേ നിന്റെ ആശ, എൻ്റെ കുട്ടികളായ നിന്റെയും ശോഭയുടെ ആശ എന്നെ കൈവിടില്ല. നിങ്ങളൊക്കെ വിജയിക്കാൻ കൊച്ചച്ഛൻ്റെ ആശംസകൾ. സാർ, സമയം കഴിഞ്ഞു. അറിയാം, എത്രയോ കാലത്തിന് ശേഷം എൻ്റെ കുട്ടി എന്നെ കാണാൻ വന്നിരിക്കുന്നു. ഒരുപാട് കാലമായി ഞാൻ ഈ ജയിലിലുണ്ട്. എക്സ്ട്രാ ടൈം ചോദിച്ചിട്ടുണ്ടോ നിങ്ങളോട്? ഇന്നെനിക്ക് വേണം, കിട്ടിയേ തീരൂ. ചെന്ന് സാറന്മാരെ അറിയിക്കുക. ഉണ്ണിക്ക് അവൻ്റെ കുട്ടിയെ കണ്ട് സംസാരിക്കാൻ ഇത്തിരി സമയം കൂടി വേണമെന്ന്. ചെറിയച്ഛ, വേണ്ട, ഞാൻ പോട്ടെ. വരാ ഇനിയും ഞാൻ കൂടെ കൂടെ. ഒറ്റപ്പെടുമ്പോ ഒറ്റയാന്മാരായിരിക്കും കൂടുതൽ സഹായിക്കുക. ഞാൻ വരാൻ കൂടെ കൂടെ. ഇപ്പൊ പൊയ്ക്കോ.
അവിടെ നിന്നേ. ഉടുത്തൊരുങ്ങി ഇവിടുന്ന് ഇറങ്ങി പോകുന്നത് ഓഫീസിലേക്ക് തന്നെയാണോടി? ചോദിച്ചത് കേട്ടില്ലേ നീ? അതിലെന്താ ഇത്ര സംശയം? സംശയം തോന്നാതിരിക്കാൻ അത്രയ്ക്ക് നല്ല കുട്ടിയല്ലേ. നിന്റെ ഈ മിടുക്കൊന്നും ഞാൻ അറിയില്ലെന്ന് കരുതിയോ? എവിടുന്നാ നീ ഇപ്പൊ വരുന്നത്? അനിയത്തി ഇങ്ങോട്ട് കെട്ടിയെടുത്തപ്പോഴേ തോന്നി അടുത്തതെന്തെങ്കിലും തട്ടിക്കൂട്ടാനുള്ള പുറപ്പാടാവൂന്ന്. ഇനിയിപ്പോ ജയിൽ പുള്ളിയുടെ ഉപദേശത്തിന്റെ കുറവല്ലേ ഉള്ളൂ. നീ അയാളെ കാണാൻ പോയതല്ലേ? അതെ. മേലിൽ കാണാൻ പോരുതെന്ന് പറഞ്ഞതല്ലേ ഞാൻ? പിന്നെ ആരുടെ പിണ്ടം വെക്കാനാടി അങ്ങോട്ട് എഴുന്നള്ളിയത്? തന്നിഷ്ടം കാണിക്കാൻ ഇത് നിന്റെ തറവാടാണെന്ന് കരുതിയോ? കള്ളന്മാരും കൊലപ്പുള്ളികളും ഒക്കെ നിന്റെ കുടുംബത്തിൽ ഇഷ്ടം പോലെ കാണും. ആ സംസ്കാരമൊന്നും ഇവിടെ പകർത്താൻ നോക്കരുത്. മേലിൽ ഇത് ആവർത്തിക്കരുത്. എന്ന് ഉറപ്പൊന്നും തരാൻ കഴിയില്ല. കാണേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നിയാ ഞാൻ ഇനിയും ചെറിയച്ഛൻ്റെ അടുത്ത് പോവും. എന്താ നീ പറഞ്ഞത്? അപ്പൊ കരുതിക്കൂട്ടി തന്നെയാണോ പുറപ്പാട്? അതിനുള്ള ധൈര്യം തന്നാണോ കൊലപ്പുള്ളി നിന്നെ ഇങ്ങോട്ട് വിട്ടത്? ചെറിയച്ഛൻ കൊലപ്പുള്ളിയല്ല. പിന്നെ ഉപ്പ് സത്യാഗ്രഹം നടത്തിയതിനാണോടി അയാളെ ജയിലിൽ അടച്ചിരിക്കുന്നത്? കൊലപ്പുള്ളി അല്ല പോലും. ചെയ്ത കുറ്റം കോടതിയിൽ ഏറ്റതല്ലേ അയാള്? അത് ബോധ്യപ്പെട്ടിട്ടാണല്ലോ ജീവപര്യന്തം അഴിക്കുള്ളി കിടക്കാൻ വിധിച്ചത്. എന്നിട്ട് ഞെളിഞ്ഞു നിന്ന് തർക്കിക്കാൻ നാണോ ഇല്ലടി? സ്വന്തം ജീവിതത്തെക്കാൾ വലുതായി ഭൂമിയിൽ വേറൊന്നും ഇല്ലാന്ന് വിശ്വസിക്കുന്ന അമ്മയ്ക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. സ്നേഹിച്ചവരെ രക്ഷിക്കാൻ വേണ്ടി ചെയ്യാത്ത കുറ്റത്തിനുള്ള ശിക്ഷ സ്വയം പിടിച്ചു വാങ്ങിയതാ എന്റെ ചെറിയച്ഛൻ. സ്വപ്നത്തിൽ പോലും നിങ്ങൾക്ക് അങ്ങനൊന്നും ചിന്തിക്കാൻ കഴിയില്ല. അതറിയോ? പ്രസംഗം മതിയാക്ക്. ചെറിയച്ഛൻ ചെയ്ത ത്യാഗമൊന്നും എനിക്ക് കേൾക്കണ്ട. ഈ വീട്ടിൽ കഴിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇനി നീ അയാളെ കാണാൻ പാടില്ല. അത് തീരുമാനിക്കേണ്ടത് ഞാനാ. ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ പറയുന്നതനുസരിച്ച് മാത്രമേ ഞാൻ ജീവിച്ചിട്ടുള്ളൂ. എനിക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ആളായിരുന്നിട്ടും ചെറിയച്ഛനെ കാണാൻ പോവാതെ ഇതുവരെ ഞാൻ കഴിഞ്ഞില്ലേ? കീഴ്വഴക്കങ്ങളൊക്കെ ഞാനൊന്ന് തെറ്റിക്കാൻ പോവാ. വേണ്ടപ്പെട്ടവരെയൊക്കെ കാണണമെന്ന് തോന്നിയാ ആരുടെ അനുവാദത്തിന് കാത്തു നിൽക്കാതെ ഞാൻ ഇനിയും പോയെന്നിരിക്കും. പറ്റില്ല. നീ ഇങ്ങനെ ജയിലിൽ കയറി ഇറങ്ങി ബന്ധം പുതുക്കുന്നതൊക്കെ പുറത്തുള്ളവരറിഞ്ഞാൽ നാണക്കേട് ഈ കുടുംബത്തിലുള്ളവർക്കാ. അതുകൊണ്ട് ഈ ചുറ്റിത്തിരലിന് ഞാൻ സമ്മതിക്കില്ല. എന്റെ കല്യാണ സമയത്തും ചെറിയച്ഛൻ ജയിലിലായിരുന്നല്ലോ. അമ്മ പറഞ്ഞതുപോലെ നാണക്കേട് സംഭവിക്കുമായിരുന്നെങ്കിൽ അതൊക്കെ അന്നേ ഉണ്ടാവേണ്ടതല്ലേ? എന്നോട് ദേഷ്യം തോന്നിയിട്ട് കാര്യമില്ലമ്മേ. എനിക്ക് ശരിയെന്ന് തോന്നുന്നതേ ഞാൻ ചെയ്യുന്നുള്ളൂ. അമ്മ ഒരു കാര്യം പറഞ്ഞല്ലോ, എനിക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ക്രിമിനലാണെന്ന്. ആ കൂട്ടത്തിൽ അമ്മയ്ക്ക് മോശമല്ലാത്തൊരു സ്ഥാനമുണ്ട്. അത് മറക്കണ്ട. എന്തിനു കരയുന്നു? മോള് കരയാതടാ. ദേ അമ്മ എത്തിയല്ലോ. വാ മോളെ. നിക്ക്. ഊര് തെണ്ടാനിറങ്ങുമ്പോ കയ്യിലിരിക്കുന്നതിന് കൂടി എടുത്തോണം. അമ്മണിയമ്മയ്ക്ക് ശമ്പളം കൊടുക്കുന്നത് ഇതിന്റെ കാര്യം നോക്കാനല്ല. ദേവി, ധിക്കാരം പറയാണെന്ന് കരുതരുത്. ശരിയാണോ തെറ്റാണോ എന്ന് മറുത്തു ചോദിക്കാതെ പറയുന്നതെല്ലാം അനുസരിച്ചിട്ടേ ഉള്ളൂ ഞാൻ. ശമ്പളത്തിന് വേണ്ടി മാത്രമാണോ ഞാനിവിടെ നിൽക്കുന്നത്? നിഴല് പോലെ പറ്റിച്ചേർന്ന് നിൽക്കുന്നത് ഇവിടെ വിട്ട് മറ്റെങ്ങും ഇല്ലാത്തത് കൊണ്ടാ. അന്തി ചായാൻ ഒരിടം വേണമെങ്കിൽ ഇനിയും തരപ്പെട്ടെന്നിരിക്കും. പക്ഷേ അങ്ങനെ അങ്ങ് വിട്ടുപോകാൻ പറ്റുമോ എനിക്ക്? മോളുടെ കാര്യം നോക്കി എന്നും കൂടെ ഉണ്ടാവണമെന്ന് ദേവിയുടെ അച്ഛനും അമ്മയും പറഞ്ഞേൽപ്പിച്ചതല്ലേ. അവർക്ക് കൊടുത്ത വാക്ക് ഇന്ന് വരെ തെറ്റിച്ചിട്ടില്ലല്ലോ ഞാൻ. മക്കളെയും മരുമക്കളെയും ഒന്നും ദൈവം എനിക്ക് തന്നിട്ടില്ല. ഇവിടെയുള്ളവരൊക്കെ തന്നെയാ എന്റെ സ്വന്തക്കാര്. ആ കുഞ്ഞിനെ ഒന്ന് എടുക്കുന്നതിനോ അതിനൊരു മണി വറ്റു കൊടുക്കുന്നതിനോ ദേവി ശമ്പളത്തിന്റെ കണക്ക് പറയരുത്. ഓ, എതിർത്തു പറയാൻ അമ്മണിയമ്മയും പഠിച്ചു തുടങ്ങിയോ? കൊള്ളാം, അസലായിട്ടുണ്ട്. വിട്ടുപോകാനാ നിങ്ങൾക്കും ഇഷ്ടമെങ്കിൽ പൊയ്ക്കോ. ഒറ്റയ്ക്കാവാനാവും എന്റെ വിധി. എന്താ പതിവില്ലാതെ ഈ മുറിയില്? എന്താ, എനിക്കിവിടെ അവകാശപ്പെട്ടല്ലേ റൂം? അല്ലാന്ന് ഞാൻ പറഞ്ഞോ? കുറച്ചു നാൾ മുമ്പ് വരെ
ഇത് നമ്മുടെ റൂമായിരുന്നു. നമ്മുടെ രണ്ടാളിന്റെ മാത്രം മുറി. ശശിയേട്ടനല്ലേ ആ ചിട്ടകളൊക്കെ തെറ്റിച്ചത്. പിന്നെ പിന്നെ ഈ മുറി എന്റെ അമ്മുന്റെ മാത്രമായി. ഇടയ്ക്കെപ്പോഴെങ്കിലും ശശിയേട്ടൻ ഇവിടെ വരുന്നത് അമ്മയുടെ ദൂതുമായിട്ടാണല്ലോ. എന്താ അങ്ങനെ വല്ലതും ഇന്നും ഉണ്ടോ? ഇങ്ങനെയൊക്കെ പറയുന്നത് ഇഷ്ടമല്ലെന്നറിയാം. പക്ഷേ പറയാതെ വയ്യ. വേണ്ടാന്ന് വെച്ചതൊക്കെ വീണ്ടും തുടങ്ങാനുള്ള അവകാശം ശശിയേട്ടനുണ്ട്. അതിനൊക്കെ സഹകരിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ എനിക്ക് കുറച്ചൊന്ന് ആലോചിക്കേണ്ടി വരും. മനസ്സിലായില്ല. ഒരിക്കൽ എൻ്റെ അടുത്തൊരു നാടകം കളിച്ചത് ഓർമ്മയില്ലേ? കഴിഞ്ഞതൊക്കെ മറക്കാന്നും അമ്മുനെ സ്വന്തം ഒന്ന് കരുതിക്കൊള്ളാന്നും പറഞ്ഞു അന്നെന്റെ മുമ്പില് നന്നായിട്ട് അഭിനയിച്ചു. ഞാനൊരു മണ്ടിയായതുകൊണ്ട് കണ്ണും പൂട്ടി അതങ്ങ് വിശ്വസിക്കുകയും ചെയ്തു. ഈ വീട്ടില് സ്വന്തം നിഴലിനെ പോലും വിശ്വസിക്കാനാവില്ലെന്ന് മനസ്സിലാക്കാൻ ഒരുപാട് സമയമെടുക്കേണ്ടി വന്നു എനിക്ക്. ഒരിക്കൽ കൂടി ഒരു വിട്ടിവേഷം കെട്ടാൻ ആഗ്രഹമില്ല. ആട്ടിപ്പായ്ക്കാൻ നോക്കിയിട്ടും വിട്ടുപോവാൻ കഴിയാതെ ഇങ്ങനെ കടിച്ചു തൂങ്ങിക്കിടക്കുന്നത് ദേവമംഗലത്തെ പ്രതാപം കണ്ട് മോഹിച്ചല്ല. ഒരു നോട്ടപ്പാടെങ്കിലും അടുത്തുണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ട. ഇപ്പോഴും നിങ്ങളെ വെറുക്കാൻ കഴിയുന്നില്ല എനിക്ക്. തേക്കടലിൽ അകപ്പെട്ടു പോയൊരു ജന്മം എന്റേത്. രക്ഷപ്പെടാൻ ശ്രമിക്കും തോറും കൂടുതൽ കൂടുതൽ ആഴ്ന്നു പോവാ. സഹിക്കാനുള്ള പാഠവ ഒരുത്തമ കുടുംബിനെ ആദ്യം പഠിക്കേണ്ടതെന്ന് ചെറിയച്ഛനെന്ന് പറഞ്ഞു. ഓ, പറയാൻ മറന്നു. ഇന്ന് ഞാൻ ചെറിയച്ഛനെ കാണാൻ പോയിരുന്നു. ആ കാര്യം സംസാരിക്കാൻ തന്നെ ഞാൻ വന്നത്. എന്നെ അമ്മയും ധിക്കരിച്ച് നീ ഇന്ന് ജയിലിൽ പോയി. അയാളെ കാണരുതെന്ന് പല പ്രാവശ്യം വിലക്കിയിട്ടുള്ളതല്ലേ? എന്നിട്ടും വിലക്കുണ്ടെന്നറിഞ്ഞിട്ടും ആ യാത്ര എനിക്ക് ഒഴിവാക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഉദ്ദേശിച്ചതിലധികം പ്രയോജനവും കിട്ടി. ഞാനിപ്പോ എവിടെ എത്തി നിൽക്കുന്നുവെന്ന് ബോധ്യപ്പെടുത്തിയത് ചെറിയച്ഛന്. സ്നേഹിച്ചവരൊക്കെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞപ്പോ അരുതാത്തത് പലതും മനസ്സിൽ തോന്നി. കുഞ്ഞിനെയും കൊന്ന് ഈ ജീവിതം അങ്ങ് അവസാനിപ്പിച്ചാലോ എന്ന് പോലും ആലോചിച്ചു ഞാൻ. രാരിരാരിരോ